വളരെ ഫാസ്റ്റായിട്ടൊരു മാർക്കറ്റ് ഗ്രോത്ത് ആണ് ഹോസ്പിറ്റൽ സെക്ടറിൽ നിന്ന് കണ്ടുവരുന്നത്. ശരിക്കും ഒരു പോസ്റ്റ് കോവിഡിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വിറ്റ്നസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ക്വാളിറ്റി ഹെൽത്ത് കെയർ, ബെറ്റർ ഹോസ്പിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ എക്സ്പേർട്ട് ലെഡ് സർവീസസ്, ഇതൊക്കെ വളരെ നിർബന്ധത്തോടു കൂടി ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാറിക്കഴിഞ്ഞു. KPU മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ പങ്ക് എങ്ങനെയായിരിക്കും എന്നതിലാണ്. സോ ഇൻ ദിസ് പോഡ്കാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെൽത്ത് കെയർ സെക്ടറിലെ വൈഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതുപോലെ തന്നെ KPUവിന് ശരിക്കും പറഞ്ഞാൽ ഏത് രീതിയിലാണ് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റ് ഷോയിൽ വി ഹാവ് മിസ്റ്റർ സഞ്ജു, വൺ ഓഫ് ദി ലീഡിംഗ് ഹെൽത്ത് കെയർ എക്സ്പേർട്ട് ഇൻ കേരള. ഹായ് സഞ്ജു. താങ്ക് യു. സഞ്ജുവിൻ്റെ ഒരു കരിയർ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞാനൊരു 15 വർഷക്കാലമായിട്ട് കേരളത്തിലെ ഹെൽത്ത് കെയർ പ്രൊജക്റ്റുകളിൽ വർക്ക് ചെയ്യുന്നു. ഹെൽത്ത് കെയർസിൻ്റെ ഗ്രീൻ ഫീൽഡ് പ്രൊജക്റ്റുകളും ആസ് വെൽ ആസ് ബ്രൗൺ ഫീൽഡ് പ്രൊജക്റ്റുകളിലും പ്രൊജക്റ്റ് ഹെൽത്ത് കെയർ കൺസൾട്ടൻ്റ് ആയിട്ടാണ് ഒരു ലാസ്റ്റ് 15 ഇയേഴ്സ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ മേജർ ഒരുപാട് ഹെൽത്ത് കെയർ പ്രൊജക്റ്റുകൾ കേരളത്തിനകത്തും ഇന്ത്യയിലും അതുപോലെ തന്നെ വിദേശത്തുമായിട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് ഹെൽത്ത് കെയർ ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു റൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിനെ ഗൈഡ് ചെയ്യുക എന്നുള്ളൊരു റോളും കൂടിയാണ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഹെൽത്ത് കെയർ സെക്ടർ എങ്ങനെയാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആക്ച്വലി നമ്മുടെ കേരളത്തിലെ ഹെൽത്ത് കെയർ സെക്ടർ വളരെ പ്രൊമൈസിംഗ് ആയിട്ടുള്ളൊരു ഡാറ്റയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് CAGR, അത് കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേഷ്യോ അല്ലെങ്കിൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയും. അപ്പോൾ അത് മറ്റേതൊരു ഇൻഡസ്ട്രിനേക്കാളും കൂടുതലായിട്ടും ഹെൽത്ത് കെയറിലൊരു 22 to 24% അതിനേക്കാളുപരി അത് വളരെ സ്റ്റഡി ആയിട്ടുള്ളൊരു ഗ്രോത്ത് അത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ മേഖലയിലെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഏതൊരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചും തൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്ത് റിട്ടേൺ കിട്ടും എന്നുള്ളതാണ് ഒരു ബേസിക് ക്വസ്റ്റ്യൻ. അപ്പോൾ ROI എന്ന് നമ്മൾ പറയുന്ന റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈ പറഞ്ഞ പോലെ ഒരു 13 to 18%, അതും ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് കേരളത്തിലെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ബ്രേക്ക് ഈവൻ, ഒരു ആവറേജ് ഒരു 3 ഇയേഴ്സിലൊക്കെ കേരളത്തിലെ എല്ലാ ഹെൽത്ത് കെയർ പ്രൊജക്റ്റുകളും ഒരു ബ്രേക്ക് ഈവൻ പോയിന്റിലേക്ക് എത്തുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ വളർന്നുകൊണ്ടിരിക്കുന്ന പോപ്പുലേഷൻ, അതുപോലെ തന്നെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റൽ സെക്ടറിനെ ഇതെങ്ങനെയാണ് ബെനിഫിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള മാറ്റമാണ് കൊണ്ടുവരുന്നത്? ആക്ച്വലി നമുക്ക് വലിയൊരു പോപ്പുലേഷൻ ഗ്രോത്ത് തന്നെ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെ സ്റ്റഡി ആയിട്ടുള്ളൊരു ഗ്രോത്ത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ചൈൽഡ് ബർത്ത് നമുക്ക് വളരെ കൂടുതലാണ്. മെറ്റേണിറ്റി ആൻഡ് ചൈൽഡ് ബർത്ത് നമുക്ക് കേരളത്തിൽ വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്കൊരു അഡാപ്റ്റഡ് ലൈഫ് സ്റ്റൈലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു മോഡിഫൈഡ്, പഴയ ഒരു ശൈലിയിൽ നിന്ന് മാറിയിട്ട് ഒരു മോഡിഫൈഡ് അഡാപ്റ്റഡ് ലൈഫ് സ്റ്റൈൽ കേരളത്തിൽ നമുക്ക് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇൻക്രീസ്ഡ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസസും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു ഗ്രോത്ത് നമുക്ക് ഹെൽത്ത് കെയർ സെക്ടറിൽ ഇപ്പോൾ കാണുന്നുണ്ട്. ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റ്സിനൊക്കെ കമ്പയർ ചെയ്യുമ്പം ശരി കേരളത്തിലുള്ള ഹെൽത്ത് കെയർ സെക്ടർ എന്ത് ട്രെൻഡാണ് ഫോളോ ചെയ്യുന്നത്? ആക്ച്വലി നമ്മൾ നോർത്തേൺ സൈഡിലേക്ക് നോക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ സൗത്തേൺ സൈഡിലേക്ക് വരുമ്പോൾ, എസ്പെഷ്യലി നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെ ഹൈ ലിറ്ററസി ഉണ്ട്. അപ്പോൾ ആ ഹൈ ലിറ്ററസിയുടെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഹെൽത്ത് ഭയങ്കര കോൺഷ്യസ് ആണ്. ഹെൽത്ത് അവെയർനെസ് നമ്മുടെ എല്ലാ പോപ്പുലേഷനും, എല്ലാ കാറ്റഗറി ഓഫ് പോപ്പുലേഷനും ഹെൽത്ത് അവെയർനെസ് വളരെയധികം കൂടുതലാണ്. മാത്രമല്ല നമ്മുടെ ലൈഫ് സെറ്റിൽമെൻറ്റ്സിന് അതുപോലെ ഹെൽത്ത് കെയർ സെറ്റിൽമെൻറ്റ്സിന് വേണ്ടിയുള്ള നമ്മുടെ സ്പെൻഡിങ് കപ്പാസിറ്റി വളരെ കൂടുതലാണ്. ഇപ്പോൾ മലയാളീസിൻ്റെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്പെൻഡിങ് കപ്പാസിറ്റി ഹെൽത്ത് കെയറിൽ വളരെയധികം കൂടുതലുണ്ട്. മാത്രമല്ല നമുക്ക് ഗവൺമെൻറ് സപ്പോർട്ട്, ഇപ്പം പ്രൈവറ്റ് മേഖലയാണെങ്കിൽ പോലും ഹെൽത്ത് കെയർ എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിൽ, അതിൻ്റെ ഓപ്പറേഷൻസിലൊക്കെ ഗവൺമെൻറ് സപ്പോർട്ട് നമുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് വരുന്നുണ്ട്. അപ്പം ഇത് കേരളത്തിൻ്റെ ഓവറോൾ ഉള്ളൊരു ഹെൽത്ത് കെയർ ഇമ്പ്രൂവ്മെൻറ്റിന് വളരെയധികം സഹായം ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇപ്പോൾ നമ്മൾ 2025 കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു $372 ബില്യൺ ഒരു ബിസിനസ്സാണ് ഇന്ത്യയിൽ ഓവറോൾ ഹെൽത്ത് കെയർ മേഖലയിൽ നടക്കുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ ഫർദർ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു 74% വരുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൻ്റെ ഷെയറായിട്ടാണ് വരുന്നത് ആ ടോട്ടൽ ബിസിനസ്സിൻ്റെ. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ലീസ്റ്റ് പാർട്ടായ ഒരു 24% ഗവൺമെൻറ് സെക്ടറിൽ വരുന്നത്. സോ അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഹെവി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഫെസിലിറ്റികൾക്ക് ഇത്രയും പോപ്പുലേഷനിലേക്ക് റീച്ച് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് സെക്ടറാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. സോ 74% ബിസിനസ് ഈ പ്രൈവറ്റ് സെക്ടറിൽ അക്യുമുലേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ പ്രൊമൈസിങ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ്. സഞ്ജുവിൻ്റെ ഒരു ഒപ്പീനിയനിൽ നമ്മൾ ഈ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇത്രത്തോളം ഡോമിനേറ്റ് ചെയ്യാനുള്ളൊരു റീസൺ എന്തായിരിക്കും? ഓക്കെ, മേജറായിട്ട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്. ഡെഫിനറ്റ്ലി ഇപ്പം പുതിയ ട്രീറ്റ്മെൻറ്റ് രീതികൾ, പുതിയ ഇന്നോവേഷൻസും അതിനകത്ത് വരുന്ന അപ്ഡേഷൻസും, അപ്പോൾ അതിനകത്ത് ഫണ്ടിങ് ഡെഫിനറ്റ്ലി അനിവാര്യമാണ്.
അപ്പം അത്തരത്തിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിൻ്റെ ഏർലി ആക്സസ് നമുക്ക് ഹെൽത്ത് കെയറിൽ വളരെ പെട്ടെന്ന് തന്നെ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അത് പ്രൈവറ്റ് മേഖലയിൽ പ്രത്യേകിച്ചും നമുക്ക് ആ ഒരു ഫണ്ടിങ് ഉള്ളതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു അഡ്വാൻസ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, വളരെ സ്കിൽഡായ ഡോക്ടേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഡോക്ടേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്കുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് പാരാമെഡിക്കൽ സ്റ്റാഫ് അവരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാർക്കറ്റ് ആണെങ്കിൽ പോലും, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ പോലും അതും നമുക്ക് വളരെ സ്ട്രെങ്ത് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെൻറ് സപ്പോർട്ടും ഈ ഒരു മേഖലയിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് സെക്ടർ തന്നെയാണ് നമുക്ക് ഇവിടെ ഹെൽത്ത് കെയർ മേഖലയിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കാനുള്ളൊരു മേജർ റീസൺ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ നിലവിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ട്രെൻഡ്സ് എന്തൊക്കെയാണ്? ആക്ച്വലി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പം ഇൻ്റർനാഷണൽ കമ്പനികൾ, ജയൻസ് എന്ന് തന്നെ നമുക്ക് പറയാം, അതൊക്കെ ഇന്ത്യയിലെ ഹെൽത്ത് കെയർ മാർക്കറ്റിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ബ്ലാക്ക്സ്റ്റോൺ പോലത്തെ കമ്പനികളൊക്കെ ഇന്ത്യയിലെ ഹെൽത്ത് കെയറിൽ വളരെ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആസ്റ്റർ ഗ്രൂപ്പിൻ്റെ ഒരു കഴിഞ്ഞ കാലങ്ങളിലെ പെർഫോമൻസിനെ നോക്കാം. അവരുടെ ഒരു 75% ഇക്വിറ്റി പ്രൈവറ്റൈസ് ചെയ്യപ്പെട്ടു. അത് ഇതുപോലത്തെ ഇൻ്റർനാഷണൽ ജയൻസ് ആണ് അത് അക്യൂർ ചെയ്തിട്ടുള്ളത്. അപ്പം അത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ കമ്പനികൾ, FDI പോലും ഇന്ത്യയിലേക്ക് ഹെൽത്ത് കെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് കമ്മിങ് 5 to 10 years ഇന്ത്യയിലെ ഹെൽത്ത് കെയർ മേഖലയിൽ വലിയൊരു ബൂം വരാനിരിക്കുകയാണ്. വലിയൊരു മുന്നേറ്റമാണ് അതിനകത്ത് വരാനിരിക്കുന്നത്. മാത്രമല്ല ടു ഗോയിങ് ഫ്യൂച്ചർ അത് ആ ഒരു ട്രെൻഡ് ഇൻക്രീസ് ചെയ്യാനാണ് സാധ്യത. എങ്ങനത്തെ ടൈപ്പ് ഓഫ് ബൂമാണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഇപ്പം പോസ്റ്റ് കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ള അപ്ഡേഷനാണ്. അപ്പം അതിനുശേഷം ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസും ഇത്തരത്തിലുള്ള ഔട്ട് ബ്രേക്സും ഇനി വരാൻ കൂടുതൽ സാധ്യതകളുണ്ട്. നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൂടുന്നു. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നമ്മൾ പറയുമ്പം അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഫർദർ കോംപ്ലിക്കേഷൻസ് കൂടി വരികയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പല കാറ്റഗറി ഓഫ് ഹോസ്പിറ്റൽ, ഇപ്പോൾ ടെർഷ്യറി കെയർ പോലെയുള്ള അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റൽസിൻ്റെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മേഖലയുടെ ആവശ്യകത വർദ്ധിച്ചുകൊണ്ട് വരികയാണ്. അപ്പം ആ ഒരു ഓപ്പർച്യൂണിറ്റി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈവൻ ഇൻ്റർനാഷണൽ കമ്പനികൾ വരെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഹെൽത്ത് കെയർ മേഖലയിൽ ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന ഒരു ബെനിഫിറ്റ്സ് എന്തായിരിക്കും? എക്സാക്ട്ലി ഇപ്പം മറ്റേതൊരു ബിസിനസ്സിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഹെൽത്ത് കെയർ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം പ്രധാനമായിട്ടും അതൊരു റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൻ്റെ പ്രധാന റീസൺ ഒന്ന് റിസഷൻ ഫ്രീ ആണ്. കാരണം മറ്റേതൊരു മാർക്കറ്റിനെയും മാർക്കറ്റ് വൊളാറ്റിലിറ്റി ഭയങ്കരമായിട്ട് ബാധിക്കും. എക്സ്റ്റേണൽ വരുന്ന പല ഫാക്ടറുകൾ, ഇപ്പോൾ നമ്മൾ കോവിഡിൻ്റെ കേസ് പറഞ്ഞ പോലെ, ഇപ്പോൾ കോവിഡ് സമയത്തൊക്കെ ഇന്ത്യയിൽ ബിസിനസ്സിൽ വളരെ വലിയൊരു റിസഷൻ നേരിട്ടിട്ടുണ്ട്. അതിന് മുന്നേ വന്നിട്ടുള്ള ഗ്ലോബൽ റിസഷനിലാണെങ്കിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ ഈ ഗ്ലോബൽ റിസഷൻ വരുന്ന സമയത്തും അല്ലെങ്കിൽ കോവിഡിൻ്റെയൊക്കെ സമയത്ത് ആ ഒരു സ്റ്റഡി ഗ്രോത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഹെൽത്ത് കെയർ ആണ്. അപ്പോൾ അതിൻ്റെ കാരണം നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു മേഖലയാണെന്നുള്ളതാണ്. അതൊരു നെസസിറ്റിയാണ്. ലൈക്ക് ഫുഡ് ആൻഡ് ഷെൽട്ടർ എന്ന് പറയുന്ന പോലെ മെഡിസിൻ ആൻഡ് മെഡിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു നെസസിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ആ മേഖല ഇനി ഫർദർ ഡെവലപ്പ് ചെയ്യാല്ലാതെ അതൊരിക്കലും ഡൗൺഗ്രേഡ് ചെയ്യാൻ സാധ്യതയില്ല. അപ്പം അത്തരത്തിലുള്ളൊരു ഗ്യാരണ്ടി നമുക്കിതിനകത്തുണ്ട്. അതിന് കൂടാതെ ഇതിൻ്റെ ഇക്വിറ്റി ഹോൾഡേഴ്സിന് ഏത് പ്രൊജക്റ്റിലാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവിടെ നിന്നുള്ള മൾട്ടിപ്പിൾ അതർ ബെനിഫിറ്റ്സ് ലൈക്ക് ഡിസ്കൗണ്ട്സ് പോലെയുള്ള അതർ ബെനിഫിറ്റ്സും ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഏത് പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ ആ പ്രൊജക്റ്റിൻ്റെ സൈസ്, ആ പ്രൊജക്റ്റിൻ്റെ ബാക്ക് ഡാറ്റ, അതിൻ്റെ DPR എന്ന് നമ്മൾ പറയും, ഡീറ്റെയിൽ പ്രൊജക്റ്റ് റിപ്പോർട്ടുകളൊക്കെ നമ്മൾ പഠിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ അതിലെ നമുക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റ് റീജിയൻ, ഏത് ജിയോഗ്രഫിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് റീജിയനിലാണ് നമ്മുടെ പ്രൊജക്റ്റ് വരുന്നത്, അപ്പോൾ ആ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട പർട്ടിക്കുലർ പൊട്ടൻഷ്യാലിറ്റി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. അതൊരു മാർക്കറ്റ് റിസർച്ചിലൂടെ മാത്രമേ നടക്കുള്ളൂ? അത് നമുക്ക് ഇൻഡിവിജ്വലി ഒരു മാർക്കറ്റ് റിസർച്ച് വേണമെന്നില്ല. അപ്പം ഏത് പ്രൊജക്റ്റിൻ്റെയും ബാക്ക് ബോൺ എന്ന് പറയുന്നത് അതിൻ്റെ DPR തന്നെയാണ്. അപ്പോൾ ആ DPR പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊജക്റ്റിൻ്റെ ഒരു പൊട്ടൻഷ്യാലിറ്റി വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുള്ള പ്രൊമൈസിങ് ആയിട്ടുള്ള ഡാറ്റയോടെ നമുക്ക് കൺസിഡർ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ CAGR ആണെങ്കിലും അല്ലെങ്കിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആണെങ്കിലും ROI ആണെങ്കിലും ബ്രേക്ക് ഈവൻ എടുക്കുന്ന സമയമാണെങ്കിലും ഇതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാവുന്നതാണ്. സോ ബിഫോർ വി റാപ്പ് അപ്പ്, എന്താണ് സഞ്ജുവിന് നമ്മുടെ ഈ KPUHൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ? KPU വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പഠിച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ജിയോഗ്രഫിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് വളരെ ലോ ആണ്. അവിടുത്തെ ഒരു കാച്ച്മെൻറ്റ് പോപ്പുലേഷൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പോപ്പുലേഷന് ഇനഫ് ആയിട്ടുള്ള ഒരു ബെഡ് സ്പേസ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ അല്ല. സോ KPU പോലത്തെ ഒരു അഡ്വാൻസ്ഡ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഈ റീജിയനിൽ വരുമ്പോൾ ഡെഫിനറ്റ്ലി ആളുകൾ ഇത് ഡിപ്പെൻഡ് ചെയ്യാൻ സാധ്യത വളരെയധികം കൂടുതലാണെന്നുള്ളതാണ്. അപ്പം അതിനകത്ത് നമ്മൾ NABH സ്റ്റാൻഡേർഡുള്ള ഒരു കൺസ്ട്രക്ഷനാണ് KPU മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് കാത്ത് ലാബ് ഫെസിലിറ്റി, ന്യൂറോ സയൻസ് ഫെസിലിറ്റി,
പ്രീ ആൻഡ് പോസ്റ്റ് നാറ്റൽ കെയർ. അപ്പോൾ ഇത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് മദർ ആൻഡ് ചൈൽഡ് അടക്കമുള്ള അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസാണ് KPUവിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊജക്റ്റ് വളരെ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഈവൻ ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ സ്റ്റാൻഡേർഡ് മാർക്കറ്റ് റിട്ടേൺസും ക്യാപിറ്റൽ അപ്രീസിയേഷനൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു പ്രൊജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ബർഡനായിട്ട് മാറത്തില്ല. മാത്രമല്ല അയാൾക്ക് ഹയസ്റ്റ് റിട്ടേൺ ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യാം. മറ്റേതൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഈ KPUയുടെ ഒരു പ്രൊജക്റ്റ് ഡെഫിനറ്റ്ലി പ്രൊമൈസിങ് ആണ്. എപ്പോഴും നമുക്കൊരു ഇമ്മീഡിയറ്റ് കെയർ, പെട്ടെന്ന് ഡിസീസ്ഡ് ആവുന്ന ആളുകൾക്ക് ഒരു ഇമ്മീഡിയറ്റ് കെയർ കിട്ടേണ്ടതുണ്ട്. സോ ഗോൾഡൻ ഹവർ എന്ന് നമ്മൾ പറയും. അപ്പോൾ അതൊരു കാർഡിയോ കേസ് ആണെങ്കിലും ഒരു സ്ട്രോക്ക് കേസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ട്രോമ റിലേറ്റഡ് ഇഷ്യൂ ആണെന്നുണ്ടെങ്കിലും ഒരു ഇമ്മീഡിയറ്റ് കെയർ ഒരു ഗോൾഡൻ ഹവറിൽ ഒരു പേഷ്യൻറ്റിന് ലഭിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടും. സോ നമ്മുടെ KPU ഒക്കെ വരുന്ന പ്രൊജക്ട് ലൊക്കേഷൻ പോലത്തെ സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഒരു കുറവുണ്ട്. അപ്പം അത്തരത്തിൽ ആ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ നമുക്ക് വളരെ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ ഹെൽത്ത് കെയർ പ്രൊമൈസിങ് ആവുന്നത് ഇത്തരത്തിൽ ഏറ്റവും ഈസി, ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഹോസ്പിറ്റൽ ഫെസിലിറ്റി ആക്സസിബിൾ ആവുക എന്നുള്ളിടത്താണ്. അതുപോലെ ഇനി വരാനുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് കോവിഡ് ഔട്ട് ബ്രേക്സ് വന്ന പോലെ മൾട്ടിപ്പിൾ ഔട്ട് ബ്രേക്സ് വരാനുള്ള ഒരു കാലഘട്ടമാണ്. അതാണ് UNO അടക്കമുള്ള ഡാറ്റകൾ നമുക്ക് പുറത്തേക്ക് വരുന്നത്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അടക്കമുള്ള ഡാറ്റകൾ നമുക്ക് പുറത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇൻക്രീസിങ് ലൈഫ് സ്റ്റൈൽ കണ്ടീഷൻസൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാലാവസ്ഥ വെതർ കൺസേണുകൾ നമുക്ക് മീറ്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഹെൽത്ത് കെയറിൻ്റെ ഒരു ഗ്രാഫ്, ഹെൽത്ത് കെയറിൻ്റെ ഗ്രോത്ത്, ഇനി വരാൻ പോകുന്ന ഒരു ഗ്രോത്ത്, അത് സ്പെഷ്യലി കേരളത്തെ പോലത്തുള്ളൊരു ലൊക്കേഷനിലൊക്കെ അതിൻ്റെ ഒരു ഹൈ ഗ്രോത്താണ് ഈ വരാൻ പോകുന്നൊരു 5 to 10 years നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനുള്ളത്. So that was truly a valuable insight for us. Thank you, Mr. Sanju. Thank you for joining us. KPU മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ഷെയറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യൂ. അതുപോലെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും.